ഹായ് ഫ്രണ്ട്സ്, അസ്സാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ റെസിപ്പി പച്ചക്കായ വെച്ചിട്ട് നല്ല അടിപൊളി ടേസ്റ്റിൽ എങ്ങനെയാണ് ഒരു കറി ഉണ്ടാക്കുക എന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ട് ഒന്ന് ഉണ്ടാക്കി നോക്കുക. നമ്മുടെ ഈ കുഞ്ഞു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്കും കൂടെ കൊടുക്കുക. അപ്പോൾ നമുക്ക് ഒട്ടും വൈകിക്കേണ്ട, നേരെ തന്നെ റെസിപ്പിയിലോട്ട് പോകാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് പച്ചക്കായാണ്, നേന്ത്രക്കായാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. തൊലി മൊത്തത്തിലൊന്നും കളഞ്ഞിട്ടില്ല, കുറച്ച് ഭാഗം ഇങ്ങനെ കളഞ്ഞിട്ട് ഇതുപോലെ റൗണ്ടിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇനി നമുക്ക് ഇതിലോട്ട് മുളക് പൊടി 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് കൈ വെച്ചൊന്ന് മിക്സ് ചെയ്ത് അതൊന്ന് മാറ്റി വെക്കാം കേട്ടോ. നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ നന്നായി മിക്സ് ചെയ്ത് ഒന്ന് മാറ്റി വെക്കുക. ഇനി അടുത്തതായിട്ട് നമുക്ക് പാൻ ചൂടാക്കിയിട്ട് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇത് നമ്മൾ ഇപ്പോൾ കായ പൊരിച്ചെടുക്കാനല്ല, നമുക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് 1/2 കപ്പ് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. തേങ്ങ ചിരകിയതിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നമ്മൾ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കില്ല, അതുപോലെ ഉണ്ടാക്കുകയാണ്, പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ പച്ചക്കായ കറി വെക്കുന്നതൊന്നും ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഇഷ്ടമാവും. ഇനി ഇതിലോട്ട് 4 ചെറിയുള്ളി അരിഞ്ഞത് കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ നമുക്കിതിലോട്ട് കുറച്ച് കറിവേപ്പില വേണം, അതും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതും കൂടെ ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അത് ഒരുപാടങ്ങ് വറവായി വരേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാം കൂടെ ഒന്ന് മിക്സായിട്ട് ആ തേങ്ങയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കളർ മാറി വന്നാൽ മാത്രം മതി. അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. സെയിം പാനിലോട്ട് കുറച്ചുകൂടെ എണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ ഈ കായ അതിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഒന്നുകൊണ്ട് ഫ്രൈ ചെയ്തെടുത്ത് ഉണ്ടാക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ നമ്മുടെ കറിക്ക് ഉണ്ടാവുക. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കിത് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെക്കാം. ഈ ഒരു പരിവാവുന്ന സമയത്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ചെറിയൊരു പാൻ ചൂടാക്കിയിട്ട് അതിനകത്തോട്ട് കുറച്ച് ചെറിയുള്ളി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചിട്ട് എടുക്കുക. വെളിച്ചെണ്ണയിലാട്ടോ മൂപ്പിച്ചെടുക്കുന്നത്. ഇനി ഇതിലോട്ട് ചെറിയൊരു തക്കാളി ഇതുപോലെ കട്ട് ചെയ്തിട്ടുള്ളതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ചെറുള്ളി തന്നെ ചെയ്തെടുക്കണം, അപ്പോഴേ കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് കിട്ടുള്ളൂ. ചെറിയൊരു പിടി കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. വളരെ കുറച്ച് മാത്രം വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചിട്ടെടുക്കാം. തക്കാളിയൊക്കെ നന്നായി കുക്കായി വരണം. അപ്പോൾ ഇത് നന്നായിട്ട് അതുപോലെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് പൊടികൾ ചേർക്കാം. മുളക് പൊടി നമ്മൾ കായയിൽ ചേർത്തിട്ടുണ്ട്, അപ്പോൾ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുക, പക്ഷേ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇതിലോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കായ ഇട്ട് കൊടുക്കാം. കായും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഒരുപാടങ്ങ് ലൂസാക്കി എടുക്കരുത്. കറിയുടെ ഒരു പരുവെന്ന് പറയുന്നത് ഒരുപാട് ലൂസും അല്ല, എന്നാൽ ഒരുപാട് കുറുകിയിട്ടും അല്ല, അങ്ങനെയാണ് വേണ്ടത്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഒരു അരപ്പുണ്ടല്ലോ, അത് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നില്ല, അത് നന്നായിട്ട് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അതും കൂടെ ഒഴിച്ച് കൊടുക്കാം. അതും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ടെടുക്കുക. ഒരുപാട് തിളക്കേണ്ട ആവശ്യമില്ല കേട്ടോ, എല്ലാം കൂടെ ഒന്ന് മിക്സായി തിളച്ച് വന്നാൽ മാത്രം മതി. അപ്പോൾ ഇത് തിളക്കുന്ന സമയത്ത് ഇതിനകത്തോട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ, നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്ക്. ചിക്കൻ കറി പോലത്തെ ഒരു കറിയാണ് കേട്ടോ, അടിപൊളിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് കാണാം. അസ്സലാമു അലൈക്കും, ബൈ.